ഇടതുപക്ഷം വീണ്ടും തുടരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു എന്ന രൂപത്തിലുള്ള പല നരേറ്റീവുകൾ, പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു പഞ്ചായത്ത് ഇലക്ഷനിൽ, മറ്റേ നിർമ്മിത കഥകൾ. അതിൽ ഇപ്പോ കൊണ്ടുവരുന്നൊരു പ്രചാരവേല, ഇടതുപക്ഷം തുടർന്നാൽ ഇടതുപക്ഷം തകരും. ഇടതുപക്ഷം തുടരുമോ എന്നുള്ള ആ തുടർച്ച ജനാധിപത്യത്തിന് അത്ര ഗുണമല്ല. ഇതാണ് ഒരു പുതിയ കാഴ്ചപ്പാട് നരേറ്റീവ് കൊണ്ടുവരുന്നത്. അതിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ചില പ്രതികരണങ്ങൾ ആ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാരൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ ഇടതുപക്ഷം നല്ല ജാഗ്രതയോടുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിന്റെ പ്രതിഫലനമായി കണ്ടാൽ മതി. നേരത്തെ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ കുറവ്? കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കുറവ്, ഇവരെന്തുകൊണ്ട് കാലാവധി തികയ്ക്കുന്നില്ല? ഇവർ കാലാവധി തികച്ച് തുടർന്ന് എന്തുകൊണ്ട് ഭരിക്കുന്നില്ല? 57-59 2 വർഷമുള്ളൂ, 67-69 2 വർഷമുള്ളൂ, 80-82 2 വർഷമുള്ളൂ. പിന്നെ 87 എത്തിക്കഴിഞ്ഞപ്പോൾ കാലാവധി പൂർത്തീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടന്നോട്ടെ എന്ന് കരുതി രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. ഇതാ പറയേണ്ടത്, ഇടതുപക്ഷത്തിന് തുടർച്ചയുണ്ട്, ഒരു കാലാവധി പൂർത്തീകരിക്കാൻ പറ്റില്ല. അന്നും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നു എന്ന മട്ടിലാണ് വലതുപക്ഷത്തും എന്നുള്ള ഈ കാഴ്ചപ്പാട് വന്നത്. ഇപ്പൊ അതേ ആളുകൾ പറയുന്നു, അയ്യോ ഇവർ ഭരിച്ചു തുടരുന്നതാണ് പ്രശ്നം, നേരത്തെ കാലാവധി പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം, തുടർന്ന് പോകാൻ കഴിയാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ തന്നെ ഇപ്പോ പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്, തുടർച്ചയാണ് കുഴപ്പം. ഒന്നുകൂടി കടത്തി പറയുന്നു, ജനാധിപത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഒറീസയിൽ നവീൻ പട്നായിക് മാറി BJP അധികാരത്തിൽ വന്നത് ജനാധിപത്യത്തിന്റെ സമ്പന്നമായ ഒരു വികാസമാണോ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മാറി BJP അധികാരത്തിൽ വരുന്നത് സമ്പന്നമായ ജനാധിപത്യത്തിന്റെ പ്രതിഫലനമാണോ? മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മാറണമെന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്നാണോ വാദിക്കുന്നത്? അതാണോ വാദം? അതോ ഇടതുപക്ഷം മാത്രം തുടർന്നാലാണോ ജനാധിപത്യത്തിന് കുഴപ്പം? ഇടതുപക്ഷം തുടരുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് തങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്ത കാലത്തേക്ക് എത്തിക്കുമെന്ന ധാരണ വലതുപക്ഷത്തിനുണ്ട്.